ആഹാ പെണ്ണുങ്ങൾ അണ്ടിയാപ്പീസിൽ പോകാനുള്ള സേറനടിച്ചല്ലോ. അണ്ടിയാപ്പീസിൽ പോകാനുള്ള സാറല്ല, പാലും മുട്ടയും വരാനുള്ള സൈറാൻ. ആരാടാ അത്? ദൈവം, രാവിലെ പുലിവാലാണല്ലോ കാണുന്നത്. ആരാടാ ഇത്? ഇങ്ങോട്ട്. പാലെ പിടിച്ച് വലിക്കുന്നത്. അയ്യോ പുലി പുലി പുലി. അല്ല, ഞാൻ മനുഷ്യൻ തന്നെ. മനുഷ്യനാണ്. നീ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്? ഒന്നും പറയണ്ടെന്നാ. ആ കണ്ട, അവൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കത്തില്ല. എല്ലാം അവൻ പറഞ്ഞ് ഷൈൻ ചെയ്തിട്ട് ആ ബിബിന്റെയും സാജൻ ചേട്ടനെ കൊടുത്ത് സിനിമയ്ക്ക് അത്തവനേക്കല്ലേ നീ ഒറ്റയ്ക്ക് ഇവിടെ ഇന്ന് പുഴുങ്ങുന്ന ഇരിക്കുന്ന കാണണം. എന്റെ പൊന്നെ പോലെ സപ്പോർട്ട് വേണം. അത് സപ്പോർട്ട് വേണം. ഞാൻ സപ്പോർട്ടിനായിട്ട് പ്രതിപ്പോണ്ടല്ലോ. സത്യം പറ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഓണായില്ലേ? ഓണായെങ്കിൽ അതും ഓഫ് ആയത് വെക്കടാവേ അവിടുന്ന്. അതല്ലെന്ന്. പിന്നെ ഓണക്കാലമായില്ലേ? അങ്ങനെ വ്യക്തമായിട്ട് പറ, എന്നാലേ അവിടുന്ന് പൈസ കിട്ടത്തുള്ളൂ. എനിക്ക് പുലികളിയാണല്ലോ പരിപാടി. അങ്ങനെ പുലി കളിച്ച് ഒരു ഫോറസ്റ്റ് റേഞ്ചർ വീട്ടിൽ ചെന്ന് പുലി കളിച്ചെന്നാ. എന്നിട്ട് പുള്ളി നല്ല പൂസായിരുന്നു. ഒറിജിനൽ പുലിയാന്നും പറഞ്ഞിട്ട് അയാൾ 5 റൗണ്ട് മയക്കോടി വെച്ചിട്ട് എന്നെ കാട്ടിക്കൊണ്ട് കളഞ്ഞെണ്ണ. നീ അങ്ങനെ തിരിച്ചു വന്നു? എല്ലാം അറിയാവുന്നൊരു വഴിയൊക്കെ അറിയാവുന്നൊരു സംഭവം ഇല്ലേ? ഓ, ഗൂഗിൾ മാപ്പ്. ഓപ്പ് അതല്ലെന്ന്. പിന്നെ വഴികളെല്ലാം അറിയാവുന്ന ഒരാളവിടെ ഉണ്ട്. അതാരാടാ? അരിക്കൊമ്പായി. ഞാൻ അവന്റെ അരി പിടിച്ചിങ്ങനെ വന്ന് അപ്പൊ കമ്പം വരെ വന്നിട്ട് മുങ്ങിക്കളഞ്ഞെണ്ണ. അയ്യോടാ, പിന്നെ അങ്ങനെ വന്നത് നീ? എന്ന് ഞാൻ ഒരു തമിഴൻ വണ്ടിക്ക് കൈ കാണിച്ചു. ഒരു പണ്ട് ലോറിക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് കൗണ്ടർ കൊള്ള ലോറിയാണ്. അയാൾ അവിടുന്ന് ഇവിടം വരെ എന്നാ ചളി കോമഡി ആയിരുന്നു അറിയാവോ? എന്നിട്ട് ഞാനത് ചിരിച്ചു കൊടുത്ത്. ചളി കോമഡി അടിച്ചാൽ നീ എന്തിനാടാ ചിരിച്ചു കൊടുക്കുന്നത്? പറയുന്നത് കൗണ്ടർ അല്ലേ, ചിരിച്ചല്ലേ പറ്റൂ. എടാ, അതൊക്കെ ഒരു കുഴപ്പമില്ല. നിനക്ക് ഈ വെല്ലോറം തല്ലു കൊള്ളേണ്ട വല്ല കാര്യമുള്ളതാണോ? നിനക്ക് നല്ല വല്ല ജോലിക്കും പോകാൻ മേലായിരുന്നു. പറ്റത്തില്ലെന്നാ. എനിക്ക് ഒരുപാട് കമ്മിറ്റി ഓഫീസ് ഉണ്ട്. കമ്മിറ്റ്മെന്റ് എന്നാണ് ഉദ്ദേശിച്ചത്? അതെ. അല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയാണെന്ന് വിചാരിക്കും. അതെ, പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേക്കടാ. അണ്ണ ഞാൻ പറയട്ടെ. അണ്ണ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന നഗ്നമായ സത്യം കേൾക്കണമെന്ന്. നീ സത്യം പറയുമ്പോ തുണി കൊടുത്തോണ്ട് പറയാൻ മേലേ? അതല്ലെന്ന്. ഞാനൊരു കാര്യം പറയുമ്പോ അണ്ണൻ ഞെട്ടരുത്. ഇല്ല. യഥാർത്ഥത്തിൽ എന്റെ അച്ഛൻ ഒരു പുലിയായിരുന്നു. എങ്ങനെ? എന്റെ അച്ഛൻ ഒരു പുലിയായിരുന്നു എന്ന് പറയുന്നത് വേണ്ടാത്തതാണെങ്കിലും ഉണ്ടൊക്കെ പറയുമ്പോ എന്റെ ഭയങ്കര ഗട്സ് ഞാൻ ഓർത്തിട്ട് ചിരിച്ചു പോവാ കേട്ടോ. അവിടെ എന്റെ പൊന്നെണ്ണ അതല്ല, പിന്നെ ഭയങ്കര പുലികളിക്കാരനായിരുന്നു. അച്ഛന് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മുടെ ഈ വയനാട് ഭാഗത്തായിരുന്നു കളി. അച്ഛനൊരു പ്രശ്നമുണ്ട് കേട്ടാ. ഈ പെണ്ണുങ്ങൾ കൈയടിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഹരം അങ്ങ് കൂടും. അങ്ങനെ അച്ഛൻ കിടന്ന് ഭയങ്കര പുലികളിയായിരുന്നു കേട്ടോ. കളിച്ച് അച്ഛൻ കാട്ടി കയറിപ്പോയി ഒറിജിനൽ പുലിയുടെ മുമ്പിൽ ചെന്ന് പുലി കളിച്ച്. എന്നിട്ട് അച്ഛനത് പുലികളിയായിരുന്നു, പക്ഷെ ഒറിജിനൽ പുലിക്ക് അത് സീരിയസ് ആയിരുന്നു. പൊറോട്ട വലിച്ചിരുന്നൊക്കെ വലിച്ചെറിയാൻ പറ്റില്ല. ആ പൊറോട്ടയ്ക്ക് എത്തിച്ച് ദേവി അടിച്ച് ഞങ്ങൾ അവിടെ തന്നെ നിമജ്ജനം ചെയ്ത് നാട്ടുകാർ തല്ലിക്കൊന്നേ. അത് പോട്ടെ അല്ല, അണ്ണൻ വന്ന കാര്യം പറയാൻ എന്നും പറയണ്ടാവേ. അറിയോ, അമ്മയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സിനിമാക്കാരനാണ്. അമ്മയുടെ മീറ്റിംഗ് എന്നല്ല പറഞ്ഞത്. എന്റെ സ്വന്തം പെറ്റതള്ളയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവര് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ ഇന്ന് തിരുമോണമല്ലേ, എന്റെ ഭാഗങ്ങളെല്ലാം കൂടെ വിറ്റ് വീതിച്ച് വരാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. മീറ്റിങ്ങിന് പോവല്ലേ, ഒരു ചെറുതെടുത്തോണ്ടാ പോയത്. ചെറുതാക്കുന്നതിന് വലുത് കൊണ്ട് പോയിക്കൂടെ? അവിടെ ചെന്നപ്പോ വലുത് കിട്ടിയല്ലോ. ആർക്കായിരുന്നു ഷെയർ കൂടുതലും? ഷെയർ കൂടുതലിട്ടത് ഞാനായിരുന്നു, പക്ഷെ അടിച്ചത് മുഴുവൻ ആ നാറി അളിയനാ. പിന്നെ ഈ ഭാഗം വെപ്പെങ്ങനായിരുന്നു? ഭാഗം വെപ്പ് സമാസമായിരുന്നു. ഈ ഒരു ഭാഗം മൊത്തം അളിയനെടുത്ത്, ഈ ഒരു ഭാഗം മൊത്തം പെങ്ങളെടുത്ത്. എന്നാ അടിയാണെന്നാണെന്ന് അറിയിച്ചത് അറിയാം. ഇവർ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് അടിച്ചോന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. അങ്ങനെ ഈ ഇടയ്ക്കുണ്ടല്ലോ, അടിയുടെ സമയത്ത് ഈ ഇടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സൗണ്ട് കേൾക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കത്തില്ല, രണ്ട് ചെവി ഇങ്ങനെ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കും. എനിക്ക് എത്രയോ അനുഭവം ഉള്ളതെന്നറിയോ? അതൊക്കെ അല്ലടാ. ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇടി കിട്ടിയതിന് ശേഷം എനിക്ക് മൂത്രം പോകുന്നില്ലെന്ന്. അങ്ങനെ ഡോക്ടറെ ഓടിവാ, കൊച്ചു തലകളെ ഒളിപ്പിച്ച് വെച്ചോണ്ട് പോന്നേ. ഇത് തലകണയല്ല, മുട്ടിന്റെ തലകണ ഇരിക്കുന്നത്. ഇത് യൂറിൻ ബാഗ്. യൂറിൻ ബാഗ് എന്തോന്ന്? മൂത്രസഞ്ചിയാണെന്ന്. മൂത്രസഞ്ചി വയറ്റിനകത്തല്ലേ ഇരിക്കട്ടെ, പുറത്ത് വരേണ്ട കാര്യം എന്തോന്ന്? എടാ, ഈ ഇടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും മൂത്രം പോകുന്നില്ല. അപ്പൊ ഡോക്ടർ മൂത്രത്തിൽ ട്യൂബ് ഇട്ടിരിക്കാന്ന്. മൂത്രത്തിൽ ട്യൂബ് ഇടാൻ നിങ്ങളെ മൂത്രം എന്തോ പഞ്ചറാണോ? അയ്യോ, അടിച്ചു കയറ്റി വെച്ചതാണേ. ഇതേ താത്ത കൊണ്ട് പോന്നേ. അടിച്ചു കയറ്റി കൊടുക്കോ. എന്റെ ദൈവം, ഇത് ആരോടാ പറയുന്നത്? ഈ ഒരു കാര്യം ഞാൻ പറയാമോ? നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് സിസ്റ്ററോട് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ചെയ്യാൻ പറയാം. എടാ, ഇഞ്ചക്ഷൻ ചെയ്യാൻ പറയടാ. അവിടെ ഇഞ്ചക്ഷൻ ഒന്നും ഇല്ല പറഞ്ഞാൽ കേട്ട്. ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ കമത്തി കടത്തി ചന്തിക്ക് ഒരു നുള്ളു തരാൻ പറ. ആ നുള്ളിന്റെ സുഖത്തിലെങ്കിലും ഞാൻ കടന്നുറങ്ങിക്കോളാം. ആണല്ലേ? അതെന്നെ അങ്ങനെ പറഞ്ഞേ. ഞരമ്പാണെന്ന്. അതല്ല, അതൊന്നും ഇല്ലെന്നാ. ഒരു ചെറിയ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ കേട്ട്. 3-6 ട്രിപ്പ് എന്നുണ്ടെങ്കിൽ ഒരു മഫ്ലർ മേടിക്കണം. ഭയങ്കര തണുപ്പ് അവിടെ. പിന്നെ റൂം എടുക്കുമ്പോഴത്തേന് റേഡി ഇല്ലാത്ത റൂം വേണം എടുക്കാൻ. തീരെ വയ്യാതെ നിൽക്കുകയാണല്ലോ. നിങ്ങൾ സംസാരിക്കാതിരിക്കും. ഞാൻ സംസാരിച്ച് തളർന്ന് ഞാൻ. നീ എന്തിനാ തളരുന്നത്? തളരുമ്പോൾ സ്വല്പം ഗ്ലൂക്കോസ് എടുത്ത് കഴിക്കേ. നീ പറക്കും. ഗ്ലൂക്കോസ് കഴിച്ചാൽ പറക്കും. എന്നിട്ട് ഇത്രയും ഗ്ലൂക്കോസ് നിറച്ചു വെച്ചിരിക്കുന്ന ആ കൂടെ എന്തെന്നാ പറക്കാത്തത്? അയ്യോ, പോയ ബാക്കിയുള്ള ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാവും അവന്റെ തമാശ കൂടെ വരും. അണ്ണം പെൻഷൻ മേടിച്ചോണ്ട് ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്താ? അയ്യോ, ഇതിനെക്കാട്ടും നല്ല നിന്റെ ഗ്ലൂക്കോസ് ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട കാര്യം ഉണ്ടോടാ? നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അണ്ണം കണ്ണു ചോരയുടെ വർത്തമാനം എന്നോട് പറയല്ലേ. ചോരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഡോക്ടർ എന്തൊക്കെ പറഞ്ഞത് ബ്ലഡിന്റെ ആവശ്യമുണ്ടെന്ന്. എനിക്ക് ഓ പോസിറ്റീവ് ബ്ലഡ് വേണം. നിന്റെ ബ്ലഡ് എടുക്കാനുണ്ടോ? ഞാൻ തരാം ബ്ലഡ്. ഞാൻ തരാം. നിന്റെ ഗ്രൂപ്പ് ഏതാ? ഓ നെഗറ്റീവ്.
നെഗറ്റീവ് എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്? എന്റെ അണ്ണ ഇതിന്റെ ഇടയിൽ കൂടെ കുറുക്കെ ഒരു വരയും കിട്ടാ പോരെ പോസിറ്റീവ് ആവത്തില്ലേ? എടാ നീ ഒരു കുറുക്കുള്ള വരയിൽ ഇടുന്നുള്ളൂ, നിനക്ക് ഞാൻ 5 വര ഇടാൻ പോവാ. നീ എന്തിനാ അസ്ഥാനത്ത് എന്നെ കയറി അടിച്ചത്? എടാ അടിച്ചു നിർത്തണം, അതാണ് എന്റെ പഞ്ച്. കരയടാ കര, അതെങ്കിലും ഒന്ന് ടൈമിങ്ങിന് കരയടാ.